ഓ നമ്മുടെ മേത്തിടിച്ചിട്ട് പോണ പോലെ തോന്നുന്നു. ഈ ടിപ്പു സുൽത്താന്റെ എല്ലാ കോട്ടയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോണത്. 40 കർവ്, അതായത് 40 ഹെയർ പിൻ അല്ല കർവ്. അതുപോലെ തന്നെ ഏറ്റവും കുഞ്ഞു ടൈപ്പ് കരിക്കിന് വില കുറവാട്ട. തേൻ വിൽപ്പനയ്ക്ക് നിറച്ചും പെട്ടിയിൽ ആക്കിയിട്ട് ഇങ്ങനെ കണ്ടോ. ഈ ഒരു പ്രദേശം മൊത്തം ദൂരെ പൂവുണ്ടായി നിൽക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കില്ല. ഇത് കണ്ടോ, ഒരു വള്ളിയുമ്പോൾ തന്നെ എന്തൂരം നോക്കി മുന്തിരിങ്ങ ഉണ്ടായി നിൽക്കുന്നത്. നന്ദി ഹില്ല് കാണാൻ വന്നിട്ട് തിരിച്ച് പോകുന്ന വഴിയാണ്. തീരെ വയ്യാണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഒരു ബസ്സിൽ കയറി ഇനി നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകണം, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ശരിക്കും തളർന്നു. നന്ദി ഹില്ല് ശരിക്കും പറഞ്ഞാൽ ഉച്ച സമയത്തൊന്നും കാണാൻ വരാൻ പാടില്ല. അതെ, നമ്മൾ പക്ഷെ രാവിലെ പുറപ്പെടാൻ വൈകിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നേരത്തെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്ന വൈകുന്നേരം വരെയായിരുന്നു. അപ്പോൾ നന്ദി ഹില്ലിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആൾക്കാർ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് 4 പേര് മാത്രമാണ് ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുള്ളത്. ഒരാൾക്ക് 25 രൂപ. അങ്ങനെ വെച്ചിട്ട് 4 പേര് കയറി 100 രൂപ. അപ്പോൾ ഇതാണ് നന്ദി ഹില്ലിൻ്റെ കാഴ്ചകൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണാത്ത ആൾക്കാരിനെ കാണാൻ നമ്മൾ നേരെ പോവാണ് കേട്ടോ താഴത്തേക്ക്. അയ്യോ അയ്യോ അയ്യോ, ആ പിള്ളേരെ ഐസ്ക്രീമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഇത് തന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാരിനെ കണ്ടോളാം കേട്ടോ. അതേപോലെ നേരെ എല്ലാവരെയും തട്ടിപ്പറിച്ച് പിടിച്ചോണ്ട് പോകാനേ. അത് തന്നെ അവര് കളഞ്ഞില്ല. വടിയുണ്ട് അവരുടെ കയ്യിൽ. അതാണ് പിള്ളേർ വടി വെച്ച് അടിച്ചു. എൻ്റെ ഐസ്ക്രീമിൻ്റെ പകുതി പോയി ഗൈസ്. ഞാൻ ഐസ്ക്രീം തിന്നത് വന്നിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പകുതി ഒടിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് പകുതി ഞാൻ കഴിച്ചു. നമ്മുടെ ഒരു ശ്രദ്ധ ഒരു ചെറുതായിട്ട് തെറ്റി അപ്പം അവരൊന്ന് കൈ നടിക്കും. നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടോ കണ്ണോ പാളിന്ന് പറഞ്ഞാൽ അപ്പം ആ സ്പോട്ടിൽ അവർ ചാടി വന്ന സാധനം കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകും. കഴിവുള്ള ആൾക്കാരാണെങ്കിൽ വിട്ടുകൊടുക്കില്ലാന്നേ. ഇപ്പം ഇവിടെയുള്ള കച്ചവടക്കാർ പിന്നെ എങ്ങനെ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബസ്സിലെ ആൾക്കാരുകൾ ഫുള്ള് ആയാലാണ് കേട്ടോ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ആൾക്കാരുകൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇപ്പം തന്നെ പോകുമെന്ന് വിചാരിക്കാം. എന്തായാലും നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. ഡ്രൈവർ വണ്ടി എടുത്തു, ക്ലീനർ കയറി 2 പേരുമായി പോവാണ്. മസ്ത തന്നെ കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ള് മസ്തയാ. പൈസ മേടിക്കലും ഓടിക്കലും ഒക്കെ ഒരു ചേട്ടൻ തന്നെയാട്ടോ. ഈ കുത്തനെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. CCTV ക്യാമറയൊക്കെ ഉണ്ട്. പാർക്കിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നമ്മൾ നടന്നു പോയ വഴി. നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ട് അതേ താഴെ കാർ പാർക്കിങ് കണ്ടില്ലേ. സംഭവം ഇത്തിരി ഉള്ളൂ. ഒരു കിലോമീറ്ററൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ. 1 കിലോമീറ്റർ ഇല്ല, അത്രേ ഉള്ളൂ. നമ്മൾ താഴെ അതെ. പിന്നെ ഈ ബസ്സിൻ്റെ വിവരം എല്ലാ ആൾക്കാർക്കും അറിയുന്ന ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇവിടെ എന്താണ് കാര്യം എന്നൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. നമ്മൾ വണ്ടിയിലല്ലേ മുന്നേ വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊട്ട് അറിയില്ലായിരുന്നു. നമ്മൾ ആ ബസ്സിലോട്ട് വന്ന് ഇറങ്ങി നേരത്തെ കണ്ട പാർക്കിൻ്റെ അതിൽ ഇങ്ങനെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. വരണം നോക്കി, കുഞ്ഞു കുട്ടി. ഇവരെ ശ്രദ്ധിക്കണം. ഇവരെ വളരെയധികം ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി 8ൻ്റെ കിട്ടും. അപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഉള്ള വണ്ടിക്കാരെ മാത്രം അങ്ങോട്ട് കിടത്തി വിടുള്ളൂ. എന്നിട്ട് റൂം ബുക്കിംഗ് വേണം, ടിക്കറ്റ് ബുക്കിംഗ് അല്ല. റൂം ബുക്കിംഗ് ഉള്ളവർ മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ കിടത്തി വിടുള്ളൂ. ഈ മസ്ത ഇതിൽ വരുമെന്നല്ലേ കുട്ടൻ ചോദിച്ചേ? വരും. പക്ഷെ വണ്ടി വരും. ഇനി നമ്മുടെ വണ്ടിയുടെ അവിടേക്ക് നടക്കണം കേട്ടോ. വണ്ടി കിടക്കണത് ഇനി താഴ്ത്താണ്. ദേ കിടക്കണം, അവിടെയാണ് വണ്ടി കിടക്കണത്. ഇനിയിപ്പോൾ എന്തായാലും നേരെ നടന്ന് അങ്ങോട്ട് പോകേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് റിസോർട്ടിൽ താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആൾക്കാർക്ക് 4000 രൂപ അല്ലേ പറഞ്ഞേ? 4000 രൂപയാണ് പറഞ്ഞത് സ്റ്റാർട്ടിങ് പ്രൈസ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി താമസിക്കാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചെക്കിങ് ടൈം എത്രയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഉച്ചയ്ക്ക് 1 മണിക്ക് ചെക്കിനും ചെക്കൗട്ട് 11 മണിക്കും. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റൂമിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അത് KSRTC വരുന്നുണ്ട് ഇവിടേക്ക്. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വണ്ടി സൗകര്യം കാര്യമൊക്കെ ഉണ്ട്. സുഖമായിട്ട് പോകാം. പിന്നെ വയ്യാത്തവർക്കാണെങ്കിൽ ബസ്സിൽ കയറി പോവുകയും ചെയ്യാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇത്ര അകലെയായാലും വന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കണ്ട് അല്ല ഞാൻ പറയണ കുറേ ആൾക്കാരൊക്കെ അറിയാത്തതും കാണാത്തൊക്കെ ഉണ്ട് ആൾക്കാർക്ക് വന്ന് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം വന്ന് കണ്ടുപോകാം. അതെ, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വരിക. അതെ അങ്ങനെ വേണം.
ഹെയർ പിൻ ആണ് കേട്ടോ. എത്ര ഹെയർ പിന്ന് കയറി, കുറെ ഹെയർ പിന്നൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഹെയർ പിന്നൊന്നും കാണിച്ചിട്ടില്ല ഇതിന് അല്ലേ? കുറച്ച് ഒന്നോ രണ്ടോ ഹെയർ പിന്നെ ഇതിന്റെ കവാടം, മെയിൻ കവാടം. അതെ, ഇതൊരു ഹെയർ പിൻ കഴിഞ്ഞു. ആ ഒന്ന്, ഇത് രണ്ടാമത്തെ അപ്പൊ അല്ലേ? കർവ് നമ്പർ 40. 40 ഒന്നല്ലോ കർവ് ആയിരിക്കും 40. വളവ് 40. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. 3 എന്തിട്ടാ ഓടി കിടക്കണ വെള്ളക്കുപ്പിയാ? എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഹില്ലൊക്കെ കേറിയിട്ട് ഇറങ്ങില്ലേ നമ്മള്, അങ്ങനെയുള്ള സമയത്ത് വണ്ടിയുടെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ വൊമിറ്റിംഗ് അല്ല, തലയ്ക്കൊരു ഓളമിട്ട് പോലത്തെ ഒരു ഫീൽ വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ എനിക്ക് കുറെ ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് നമ്മൾ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നവരുണ്ട്. അതുപോലെ തന്നെ തലവേദന അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അതൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓടിക്കാന്ന് പറയും. എത്ര നേരം കുട്ടനായിട്ട് ഓടിച്ചാൽ ചാർജ് കയറുണ്ടാവില്ല. ഇത് ശരിക്കും ബസ്സൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാട്ടോ. നമ്മള് കയറി വരുമ്പോ ബസ്സൊക്കെ ഓടിച്ചു വരികയാണെങ്കിൽ ഇങ്ങനെ പോലെ ഫ്രണ്ടിലേക്ക് നീണ്ട വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വീതിയുണ്ട്. കുഞ്ഞ റോഡൊന്നുമല്ല, തീരെ കുഞ്ഞൊന്നുമല്ല. അതിനിപ്പോ എണ്ണാൻ പറ്റില്ല. 14 പറഞ്ഞാൽ പിന്നെ 40 കർവ്, അതായത് 40 ഹെയർ പിൻ അല്ല, കർവ് കണ്ടില്ലേ? കർവ് നമ്പർ 36. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ വളവുകള് 40 എണ്ണം. ഞാൻ പറഞ്ഞപ്പോ ഈ ഹെയർ പിൻ എത്ര ഉണ്ടെന്ന് അറിയില്ല. കറക്കൂട്ട വളവായിട്ടോ ഇങ്ങനെ വളവുകളാണ് ഉദ്ദേശിക്കണ മൊത്തം അല്ലേ? അതിപ്പോ ഇവര് പറഞ്ഞ എന്റെ ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ അറിയാലോ. എണ്ണം ഓർമ്മയില്ല. സംഭവം വ്യൂ കണ്ടില്ലേ? ഇവിടെ താഴ്ത്തിക്കുള്ള വ്യൂ കാണിച്ചു കൊടുക്കണം. ഇതിപ്പോ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇനി എവിടെയോ കാണാൻ പറ്റുമായിരുന്നല്ലോ അല്ലേ? അവിടെ തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഇനി കാഴ്ച നടക്കില്ല, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണും, പക്ഷെ ഫുൾ വ്യൂ അടിപൊളിയായിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട്. വണ്ടിയുടെ പാർക്കിംഗ് 60 രൂപയും ആൾക്കാർക്ക് 20 രൂപയും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴത്തെത്തി ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കഴിഞ്ഞ് ഇതിൻ്റെ ബൗണ്ടറി കഴിഞ്ഞു നേരെ നമ്മളിനി സാധാ റൂട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. മറ്റൊന്ന് പറഞ്ഞാൽ നന്ദി ഹിൽ റോഡായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട്. ഇതൊക്കെ ശരിക്കും അത് തന്നെയാണ്, എന്നാൽ കൂടി അതാണ് ഗേറ്റ് വെച്ചിട്ട് മെയിൻ ഗേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കച്ചവട സ്ഥലങ്ങളും അതുപോലെ തന്നെ നിറച്ചും റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, വേണമായിരുന്നോ ഇതേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് കയറിയതാണ്. പക്ഷെ നോക്കിയപ്പോൾ അത്ര അങ്ങോട്ട് പോരാ. അപ്പോൾ വെള്ളവും കാര്യങ്ങളും മിഠായിയൊക്കെ കഴിച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചു. പിന്നെ തണ്ണിമത്തൻ നോക്കി, തണ്ണിമത്തൻ ഇതൊക്കെ തരവ് തണ്ണിമത്തനാണ് കേട്ടോ. ഇത് അകലേന്ന് വരുന്നതാണ് തണ്ണിമത്തൻ. രണ്ട് സൈസ് വരുന്നുണ്ട്. അപ്പോൾ കരിക്കും ഇതേപോലെ തന്നെ ഏറ്റവും കുഞ്ഞു ടൈപ്പ് കരിക്കിന് വില കുറവാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ തണ്ണിമത്തന് 10 രൂപ കിലോ. 10 രൂപ കിലോയ്ക്ക് ഇത്ര കുഞ്ഞത് കിട്ടുമ്പോൾ ഉള്ളൊന്നും എന്താണ്ടാവില്ല. ഏറ്റവും തരവ് വേവല്ല, ശരിക്കും ഉണ്ടാവില്ല, ഒക്കെ തല്ലിപ്പൊളിയോ. കിട്ടിയ 20 റുപ്യയുടെ പൂപ്പലല്ല, അത് പൊടി ഇടുന്നതാടാ. കപ്പലിൻ്റെ മിഠായി നല്ലതാ, കഴിച്ചോ. നല്ല, എനിക്ക് വരണം വേണം. അത് കഴിക്കട്ടെ. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് തിന്നാം, അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല. പോവാന്നാ നിനക്ക് ഉറക്കം വരില്ലോ? അല്ല വേണമെങ്കിൽ വണ്ടി ഓടിച്ചോ, കുഴപ്പമില്ല. പോവാ. അപ്പോൾ ഓരോരോ സ്ഥലത്ത് നിർത്തി ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരികയാണെങ്കിൽ എന്തെങ്കിലും കുടിച്ചു അങ്ങോട്ട് പോവാം. നീ ഇത് സാപ്പാട് കഴിക്കാനായിട്ട് വന്നതാ. സാപ്പാട് തല്ലിപ്പൊളിയാന്ന് കണ്ടപ്പോൾ വേണ്ടാന്ന് വെച്ചു. എയിമില്ല അല്ലേ? വേണ്ട. തക്കാളി 1 കിലോ 10 രൂപ. ഭയങ്കര വില കുറവാട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര വില കുറവാണ്. പോവാം. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ തേനീച്ചയുടെ ഒരു സംഭവം കണ്ടു. തേനീച്ചയുടെ എന്ന് പറഞ്ഞാൽ തേൻ വിൽപ്പനയ്ക്ക് നിറച്ചും പെട്ടിയിൽ ആക്കിയിട്ട് ഇങ്ങനെ കണ്ടോ. ഈ ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ. അയ്യോ, തേനീച്ച വന്ന് കൊണ്ടുറങ്ങിയിട്ട് തേനീച്ചയാണ്. അതേപോലെ ഓരോ പെട്ടിയിലുണ്ട്. അപ്പോൾ തേൻ ഇവിടെ വിൽക്കപ്പെടുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേരിയറ്റ് ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ നേരെ മുന്നിലായിട്ടാണ് കേട്ടോ. അതെ, തേനിൻ്റെ കുപ്പി സംഭവങ്ങളൊന്നും കണ്ടിട്ടൊരു ചൂവും മര്യാദക്കില്ല. भाई साहब कितना है हनी के लिए? അയ്യോ പാവം, വിളിച്ചിട്ട് എഴുന്നേക്കണ്ട, അടിച്ച് കുറ്റായിട്ട് കിടക്കാന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാന്ന് വെച്ചിട്ടായിരുന്നു.
हाँ भैया इसका कितना है भैया 800 है KG 700 ഇത് ഈ ബോക്സിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എടുത്തിട്ട് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇത് മൊത്തം തേനീച്ചകളുടെയാണ് കാര്യങ്ങളാണ്. പക്ഷെ വില കണ്ടിട്ട് ഞെട്ടിപ്പോയി. 700 800 1 ലിറ്ററിന് കേട്ടോ. അപ്പൊ 700 800 ആദായ വിൽപ്പന ലൈവ് ഇതിൽ നിന്ന് തന്നെ പിടിച്ച് നമുക്ക് പിഴിഞ്ഞ് സാധനം എടുത്ത് തരും. പക്ഷെ ഇതിന്റെ വില കേട്ടപ്പോ ഞെട്ടിപ്പോയി മാത്രം. ആ അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? ആ അത് തന്നെ. പക്ഷെ ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. ഈ വില കൊടുത്തിട്ട് ഈ പൈസ കൊടുത്തിട്ട് ഇത് മേടിക്കണം. ആ എന്തിന് ഡാബറിന്റെ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ അടിപൊളി സാധനങ്ങൾ മേടിച്ചുകൂടാ. നല്ല പാട്ട് നല്ല വഴി. മുന്തിരിത്തോപ്പ് കണ്ടപ്പോ ഇറങ്ങിയതാണ് കേട്ടാ. പക്ഷെ ഇത് മുന്തിരിത്തോപ്പിലേക്കുള്ള വഴിയാണോ? എന്താണെങ്കിലും ചെണ്ടുമല്ലി പോട്ടെ പോട്ടെ. അവരുടെ കൃഷി ചെയ്തിട്ടുള്ള പറമ്പിക്കൂടി നല്ല ഇറക്കി കൊണ്ട് പോണത്. ഞങ്ങള് മുന്തിരി കാണാൻ വന്ന ആദ്യം വണ്ടി ഇറക്കി പുറത്തിട ഞങ്ങളുടെ നെല്ല് വാച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുക. അല്ലെങ്കിൽ നെല്ലല്ലെങ്കിൽ അതേപോലെ അമ്മേന്ന് മറ്റേ ഇത് നിൽക്കണ നോക്കി. ഇത് ഈ പൂവ് ഇവര് പൊട്ടിക്കാണ്ട് ഇത് എന്തെങ്കിലും നിർത്തിയേക്കണെന്ന് മനസ്സിലായിട്ടില്ലോ. എന്നിട്ട് പിന്നെ ഇത്ര അധികം നിൽക്കുവോ? നോക്കിയേ അല്ല പോട്ടെ. അത് താഴോ? പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ ആ ചേച്ചിമാര് പൂ പൊട്ടിക്കണ്ട കേട്ടാ. നോക്കിയേ ദൂരം പൂവ് പൊട്ടിക്കണത്. 2 പൂ നമുക്ക് പൊട്ടിക്കണമെന്ന് ചോദിക്കണ. ഇവിടെ ചിലപ്പോ താഴൂ കേട്ടോ. ഇവിടെ നമ്മൾ തിരിക്കാവും ബുദ്ധി. അല്ലെങ്കിൽ ഒറ്റയിടുക്കലെടുക്കണം അവിടേക്ക്. അല്ലെങ്കിൽ ചിലപ്പോ താഴും. വേണ്ട ആ ബുദ്ധിമോശവും താന്ന് കഴിഞ്ഞാൽ ഞാൻ ഷൂ ഒക്കെ പിന്നെ ഊരി വെക്കേണ്ടി വരും. ഇവിടെ നിർത്തും. ഇത് 1 ടൺ ഒരു ചെടികളുടെ സംഭവമാണ് കേട്ടോ. നോക്കിയേ എന്തൂര് പൂവുണ്ടായി നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കില്ല. അത് ഈ ഭാഗം മൊത്തം ചേച്ചിമാർ പൂ പൊട്ടിച്ച് എടുക്കുന്നുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാവും. ഇതാണ് കേട്ടോ നമ്മൾ കണ്ട മുന്തിരി തോപ്പ് എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ മുന്തിരി തന്നെയല്ലേ? അതെ മുന്തിരി തന്നെയാണ്. അപ്പോൾ നോക്കി കണ്ടിട്ട് പോകാം. നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കി നോക്കാം. ഞാൻ വിചാരിച്ചാൽ ആ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ചെടി നനയ്ക്കാനുള്ള വെള്ളം തീവിടുന്ന് തന്നെയാണ് കേട്ടോ. ഇത് ഇന്നാൾ കണ്ടില്ലേ അതേപോലെ ഒരു കിണർ തന്നെയാണ്. കിണറിൽ വെള്ളം വൃത്തിയില്ല അല്ലേ? ഇതെനിക്ക് തോന്നുന്നത് ഇവർ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ കുഴൽക്കണ്ടിയിൽ നിന്ന് വെള്ളം അടിക്കും. ആ വെള്ളം ഇതിനകത്ത് അടിച്ച് ശേഖരിച്ചിടും. അങ്ങനെയാണ് ചെയ്യുക. അല്ലാണ്ട് ഇവിടെ കിണർ കുത്തിയിട്ട് അവിടെ വെള്ളം കിട്ടില്ല. കണ്ടില്ല ഓരോന്നിലും ദൂരം പൂവുണ്ടായി നിൽക്കണേ നോക്കി. ഇഷ്ടംപോലെ പൂവുണ്ടായി നിൽക്കണം. കൊതിയാവണം പൂ കണ്ടിട്ട്. എന്തായാലും മുന്തിരി തോപ്പിലൊന്ന് കയറി നോക്കി നോക്കാം. ചോദിച്ചു നോക്കാം ആദ്യം കയറട്ടേന്ന്. ബാ സംഭവം ഈ ഭാഗം മൊത്തം മുന്തിരി തോപ്പ് തന്നെയാണ്. മുന്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊന്നും കാണാനുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു ചേട്ടാ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ. പക്ഷേ ഇത് ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ കയറുമ്പോൾ വല്ല പട്ടിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളും. നമ്മൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് വിചാരിക്കേ. ഇത് കണ്ടോ മുന്തിരി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും പാകമായിട്ടില്ല. കണ്ടോ അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട് അല്ലേ? ഇത്രയ്ക്കേ ആയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഇതുവരെ ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആവുമ്പോൾ ഇല്ലേ ഒരുമിച്ച് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ആവുകയാണ് ചെയ്യുക ഒറ്റയടിക്ക്. ഇത് കണ്ടു ഒരു വള്ളിയുമ്പോൾ തന്നെ എന്തൂരം നോക്കി മുന്തിരിങ്ങ ഉണ്ടായി നിൽക്കണത്. ഫുള്ളുണ്ടായി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കൂട്ടാ. എത്ര ഏക്കർ സ്ഥലം നോക്കി മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ മൊത്തം മുന്തിരി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പറിക്കാൻ എളുപ്പമുള്ള കേസല്ല കേട്ടോ. അത്രയധികം ആൾക്കാർ ഇവിടെ പണിക്ക് നിൽക്കേണ്ടി വരും. കുറച്ചൊന്നും പക്ഷെ അത് ഇങ്ങോട്ട് വരുന്നില്ല. വരികയാണെങ്കിൽ പണ്ടേ വന്നേനെ. ആളെ കണ്ടപ്പോൾ വന്നേനെ. ഇത് മുന്തിരി ഇങ്ങനെ കണ്ടിട്ട് പാകമായിട്ടുള്ള പാകമായിട്ട് ഒരെണ്ണം പോലും ഇല്ല അല്ലേ? എല്ലാം പച്ച മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ ഫുള്ള് പച്ച മുന്തിരിങ്ങ. നോക്കി നിറച്ചുണ്ട് കേട്ടോ. നല്ല രസമാണ് കണ്ട്. ഇത് ശരിക്കും നല്ല ഹൈറ്റിലാണ്. ഒരാൾക്ക് കൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിക്കാവുന്ന ഹൈറ്റിലാണ് കേട്ടോ ഈ സാധനം. ചിലയിടത്തൊക്കെ തീരെ താഴ്ത്തക്കടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അടികൾ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇത്ര നല്ല മുന്തിരി തോപ്പ് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. വെള്ളം വീഴുന്ന പൈപ്പൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അത്ര മതി. അതുപോലെ ഇവർ കണ്ട ഇതിനെ കാലിട്ടേക്കണ ഫുൾ കല്ലിലടാ. അതുപോലെ പൈപ്പ് പോയേക്കണു. കാലേ ഇട്ടിട്ടുള്ള ഫുള്ള് കല്ലുമാണ്. അതുപോലെ തന്നെ പൈപ്പ് കണ്ടോ ഫുള്ള് പൈപ്പ് പോയിട്ടുണ്ട്. മുകളിൽ കിടന്ന് നനയ്ക്കൊന്നും വേണ്ട. തന്നെത്താൻ നനഞ്ഞ് ഒക്കെ സെറ്റായിക്കോളും. ഇത് നമ്മുടെ സാധാ ഒന്നുമല്ല ജ്യൂസ് മുന്തിരി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കറുത്ത മുന്തിരി, അതിലേതെങ്കിലും ഒന്നാവും. അല്ലാണ്ട് വേറെ ആവുന്നില്ല. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം.
അയ്യോ അവർ കാണാത്തത് ഭയങ്കര ഒരു ഇതായി പോയില്ലോ അല്ലേ. അവർ വണ്ടിയിൽ ഇരുന്നോളാം, ഉണ്ടാവില്ല ഇവിടെ ആളുണ്ടാവില്ല എന്നല്ല, മുന്തിരി ഉണ്ടാവില്ല ഈ സമയത്ത് കാണാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് വന്നില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഏറ്റവും അധികം മുന്തിരി കണ്ടത് ഇവിടെയാണ്. എന്തോരം മുന്തിരി ഉണ്ടായി കിടക്കണമെന്ന് അറിയാം. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുന്നൊരു പതിവാട്ടാ. ഇങ്ങനെ ഇത് കാണുമ്പോഴേ കൗതുകമാണ്. സംഭവം ഇതിപ്പോൾ നമ്മൾ കാണാത്തതല്ല, എന്നാൽ കൂടി ഇങ്ങനെ മുന്തിരിത്തോപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ മുന്തിരിയൊക്കെ കണ്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഫുള്ള് മുന്തിരികൾ തന്നെ. ഇവിടെ ഒന്നും പാകാവാത്തതുകൊണ്ട് ചേട്ടാ ലേശം പൊട്ടിക്കട്ടെ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പം ആരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഒരു പൂ തരുമെന്ന് ചോദിക്കാം അവരോട്. പൂ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയാണോ അവർ? അണ്ണി ഒരു പൂ തരുങ്കാ തരുങ്കോ, അത് തമിഴായില്ലോ അല്ലേ. ആ ഇത് മറ്റേ സെന്റിമെല്ലി അല്ല കേട്ടോ. ആ ഇത് മറ്റേ സാധനമാണ്, പൂവിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു ചെടിയില്ലേ, അതാണ് ഈ സാധനം. ആ ഇതിന് വേറെന്താ പേര് പറയും, ഡാലിയ സീനിയ അങ്ങനെ എന്താ കണ്ട് അതിൽ പെട്ടിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ഉവാന്നേ. ഇത് പല സൈസിലുണ്ട്. ഇത് നമ്മുടെ ചെടിക്കടകളിലൊക്കെ മെയിനായിട്ട് ഫ്ലവർ ചോദിച്ചു ഒരു കെട്ടായിട്ട് ഇരിക്കില്ലേ, ആ ഒരു സാധനമാണിത്. ഇത് നമ്മൾ ഇത്ര നാളും ബൊക്കയിലൊക്കെ നമ്മൾ ഇത്ര നാളും കണ്ട പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സൈസ് ജമന്തി അല്ല അത്. ആ അതെ ഇതല്ല, ഇതിന്റെ കളർ കണ്ടില്ലേ പല വെറൈറ്റി. നമ്മുടെ നാട്ടിൽ വരുന്ന സെയിം ഓണത്തിനൊക്കെ പൂക്കളിടാൻ പോലെയൊക്കെ വരുന്നത്. പക്ഷെ ഇതിൽ നിന്ന് കണ്ട പൂക്കൾ പൊട്ടിച്ച് അവർ വിൽക്കേണ്ടത് ഇതൊന്നുമില്ല. അപ്പോൾ അതെ ഇതൊക്കെ പൊട്ടിച്ചത്. അപ്പോൾ പാകാവണത് പൊട്ടിച്ച് കൊണ്ട് കൊടുക്കണമെന്നുണ്ട്, വിൽക്കണമെന്നുണ്ട്. അതാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഭാഷ അറിയാത്തതുകൊണ്ടൊന്നും അത്ര കാര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അതെ അത് തന്നെ വെച്ച് ഹാപ്പിയായി. വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഞാൻ നടന്നു വന്നത്. നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് താഴുമെന്നൊരു സംശയം. മഴ പെയ്തിട്ടുണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ള വണ്ടി താന്നിട്ടുമുണ്ട് കണ്ടു. പക്ഷെ നമ്മുടെ വണ്ടി താഴില്ല. എന്തായാലും നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് എടുത്തോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്തിരി വെള്ളം നിൽക്കണമെന്നുള്ളൂ. ഒന്നുപോലെ ലേശം ഫ്രണ്ട് എടുത്ത് നേരം ഇങ്ങോട്ട് വെച്ചിട്ടേ എന്താ എങ്ങനെ ചൈഡിയ പോലെ എടുക്കുക. അല്ലെങ്കിൽ നേരെ തെങ്ങിൻ്റെ അവിടേക്കും ബാക്ക് വെച്ചോ, പേടിക്കാനില്ലല്ലോ. മുന്തിരി ഉണ്ടായി കിടക്കണണ്ടല്ലേ, കൊതിയാവും കൊതി. അമ്മോ എന്തോരം പൊട്ടിച്ച് തരാന്ന് പറഞ്ഞാൽ പച്ച ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ആളുമില്ല, നേരം പെട്ടു. എന്തായാലും വന്ന മുന്തിരി തോട്ടം കാണാൻ പറ്റിട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മുന്തിരി തോട്ടം കാണണമെന്ന് കുറച്ച് നാളായി വിചാരിക്കണം. വന്നപ്പം ഒരു വിചാരിക്കുന്നതാണ്. സാധാരണ പഴുത്ത് ഇങ്ങനെ നിൽക്കണത് അടുത്ത് പോയി കുറച്ചൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ തിന്ന് ആസ്വദിച്ച് അവരോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലെ പ്ലാനായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. നോട്ട് ബാക്കി ചക്ക വെച്ചിട്ട് കണ്ട അതിൽ നിന്ന് മറ്റിങ്ങനെ പറിച്ച് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുക. അവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു പരിപാടി ഇല്ല കേട്ടോ. ചക്ക വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചക്ക അങ്ങനെ തന്നെ, അല്ലാണ്ട് ഏത് ഇത് ഒരു ചുളയ്ക്ക് 5 രൂപ കണ്ട മേടിക്കണേ. അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ ഈ വഴിക്ക് വരുമ്പോൾ റെയിൽവേ ക്രോസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരുന്നു സ്ഥലം നമ്മൾ പോയത്, നന്ദി ഹില്ലിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നമ്മളുടെ ഏത് നഗര അക്ഷയ നഗറിന്റെ അവിടേക്ക് ശരിക്കും 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എത്ര ടോട്ടല് 70 കിലോമീറ്റർ ഉണ്ടല്ലേ ഇപ്പൊ. ഇവിടെ മുന്തിരിങ്ങ പറിച്ചു വെച്ചിട്ടുള്ളതും ഇത് ഇല്ലില്ല, ഇതൊക്കെ വരവാ. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ മുന്തിരി തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചു വെച്ചാൽ നല്ല തോന്നുള്ളൂ. ജമന്തി ഇത് ജമന്തി ഇതാണ് നീ പറഞ്ഞ ജമന്തി. രണ്ടാ ദേവനഹള്ളി അല്ലേ. ഇവിടുന്ന് ഹെബ്ബാള് യലഹങ്ക കഴിഞ്ഞ ഹെബ്ബാള്. അങ്ങനെ നമ്മൾ നേരെ എവിടെ പിടിക്കുമെന്ന് അറിയോ, ടൗണ് പിടിക്കും. ഇത് നമ്മുടെ ടിപ്പു സുൽത്താന്റെ ബർത്ത് പ്ലേസ് ആണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് ദേവനഹള്ളി എന്നാണ്. ഇവിടെയാണ് ടിപ്പു സുൽത്താന്റെ ജനന സ്ഥലം. ഇതിന്റെ കോട്ടയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെയായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി കാണണമൊന്നുമില്ല, ഒന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. ടിപ്പു സുൽത്താന്റെ ജനനസ്ഥലത്തിന്റെ ഇത് കോട്ട തീ കാണുന്നതല്ലേ. റോട്ടിക്കട വരുമ്പോ കാണാം കേട്ടോ, ചെറുതായിട്ട് റോട്ടിക്കട വരുമ്പോ കാണാം. ഈ ടിപ്പു സുൽത്താന്റെ എല്ലാ കോട്ടയും കല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനുള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? അല്ലേ കോട്ടയുടെ ഉള്ളിൽ കൂടെയാ നമ്മള് പോണത്. കാലക്കി കോട്ടയുടെ ഉള്ളിൽ കയറിയപ്പോ ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ എന്തായാലും കോട്ടയാണ് അല്ലേ. ഇങ്ങനെ ഒരു കോട്ടയുടെ ഉള്ളിലേക്കും കയറാൻ പറ്റാറില്ലല്ലോ.
ഓ ഒരു രാജ്യം തന്നെ ഉണ്ട്. ആ ദേ 2 അമ്പലം, ആല്. അല്ല ഇത് കോട്ടയുടെ ഉള്ളിൽ കയറിയപ്പോ ഒരു വേറൊരു സ്ഥലം, വേറൊരു മറ്റേ ഇത് എന്താ പറയാ ഗ്രാമത്തിലേക്ക് എത്തിയ പോലെ അല്ലേ? ആ ഗ്രാമത്തിലെ ഓടിയാണ്. നോക്ക് അമ്പലങ്ങള് തന്നെ, എന്തോരം അമ്പലങ്ങളാ നോക്കി. ഇങ്ങനെ സ്ഥലമുണ്ടല്ലേ ഇതിന്റെ ഇടയ്ക്ക്. വീടുകളല്ല. ആ അങ്ങോട്ട് പോണ്ട്, വണ്ടികൾ പോണ്ട്. ഇത് അമ്പലാണ്. രഥം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. എന്തോ പൂവൊക്കെ തട്ടി കളയാണ് അവർ ചെയ്യണത്. അപ്പുറം അമ്പലാണ്, ഇപ്പുറം അമ്പലാണ്. അമ്പലത്തിൽ നിറച്ച ആൾക്കാരുണ്ട്. അയ്യോ ഇത് കോട്ടയുടെ ഉള്ളിലാണ്. അത് ഫ്രണ്ട് മാത്രം കോട്ടയേ ഉള്ളൂ. ചുറ്റുപാട് ആ കോട്ടയുടെ ഉള്ളിൽ കണ്ട വീടുകളാണല്ലേ ഇത് മൊത്തം. ഇതൊരു ഗ്രാമമാണ്. ഇതിന്റെ പേരെന്താണോ? ഈ ഗ്രാമത്തിനൊരു പേരുണ്ടാവും മിക്കവാറും. അതല്ലേ വീടിന്റെ ഒക്കെ ബാക്കി കടാ മതില് പോയിട്ടാ കോട്ട മതില് കണ്ടു. അത് കടങ്ങാ, വലിയൊരു കടങ്ങ് പോലെ ഉണ്ടാക്കിട്ടേക്കണേ. അതായത് ആൾക്കാർ ഇങ്ങോട്ട് കയറാണ്ടിരിക്കാൻ. തോട് പോലെ ആ തോട്, അതാ കടങ്ങെന്ന് ഞാൻ ഉദ്ദേശിച്ചേ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ഈ ഗ്രാമത്തിലേക്ക് ആർക്കും കയറി വരാൻ പറ്റില്ല. കവാടം കയറി ഇവിടെ കഴിഞ്ഞു. ഇല്ല ഇല്ല ശരിയാ, ഇവിടെ വരെ ഉള്ളൂ. കണ്ട ഈ കൽക്കെട്ട് കണ്ട, കല്ലിന്റെ കെട്ട്. ആ കൽക്കെട്ട് പൊളിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അതെ അതെ, അതുപോലെ തന്നെ ദേ ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം. അവിടെ തിരിക്കാം. ഇതിപ്പോ ആ ഗ്രാമം വിട്ടു, അവിടെ തിരിക്കല്ലേ. കോട്ടമതില് അവിടെയുണ്ട്. അപ്പൊ ഇത്ര വന്ന് കഴിഞ്ഞാൽ കോട്ട കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കോട്ടയുടെ മതില് പൊളിച്ചിട്ടാണ് അപ്പുറത്തേക്ക് ഗ്രാമത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമുക്ക് എന്താ പറയാൻ പറ്റും, ഇത് പറയാൻ പറ്റില്ല കൂട്ടാ. ഇതിന്റെ ഉള്ളിലേക്ക് ആരും വരില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ആൾക്കാർ വരും, ബാക്കി കൂടെ കയറി വരും. അപ്പൊ പൊളിച്ചു കളഞ്ഞൂലോ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ മാത്രമേ കോട്ടമതിലുള്ളൂ. ഈ ഗ്രാമത്തിലാണ് ടിപ്പു സുൽത്താൻ ജനിച്ചത്. ഏതാ വീട് എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയില്ലേ? അത് ചിലപ്പോ ഏതെങ്കിലും അമ്പലാക്കിണ്ടാവും. അല്ല ചിലപ്പോ പർട്ടിക്കുലർ ഇന്ന പ്ലേസ് ഉണ്ടാവും. ഇതേ നീ ഇംഗ്ലീഷിൽ ഇതില്ല, ഇതൊക്കെ ആവാൻ ചിലപ്പോ. ടിപ്പു സുൽത്താന്റെ സ്വന്തം വീട്, ജനിച്ച വീട്. ടിപ്പു സുൽത്താന്റെ ഘർ കിധർ ഹൈ എന്ന് ചോദിക്കേ. ടിപ്പു സുൽത്താൻ കാ ഘർ കിധർ ഹൈ ഭായി? മൈസൂർ പാലസ്. ഇതൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് കണ്ടില്ലേ. ഈ പറഞ്ഞ പോലെ അവർ അമ്പലങ്ങളാക്കിയിട്ടുള്ളതാണ്, എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ. ഓ ജനിച്ച സ്ഥലം, ജനിച്ചു വീഴുമ്പോ കൊട്ടാരത്തിലേക്ക് ആവില്ലല്ലോ. അതൊക്കെ കറക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയണതുകൊണ്ട് ഒരു പ്രശ്നമില്ല. വലിയ കൊട്ടാരായിരുന്നു. ശരി, അതൊക്കെ പൊളിച്ച് കുഞ്ഞു കുഞ്ഞു വീടുകൾ വെച്ചിട്ടുണ്ടാവും അല്ലേ. ആര്? ടിപ്പു സുൽത്താനെ. ആ ശരി, ആള് ചായ കുടിക്കാൻ പോയപ്പോഴേ അല്ലല്ല, ആള് ചായ കുടിക്കാൻ പോയിരുന്നു. അപ്പൊ ഉണ്ട് അവിടുത്തെ ലോക്കൽ പിള്ളേര് വന്നിട്ട് ആളെ മെരട്ടി ആക്രമിക്കാൻ വന്നു. അതാണ് ടിപ്പു, നീ മര്യാദക്ക് ഇരുന്നാ നിന്റെ ചകളടിച്ച് പൊളിക്കും. നീ കോട്ടമതിലിന്റെ പുറത്തേക്ക് ചാടാൻ കേട്ടാ. പഴയതല്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് പുതുക്കി പണിയാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിക്കണേ. അടിപൊളി എന്തായാലും. കണ്ടാ, എന്തായാലും ഈ കാര്യം കണ്ടു കേട്ടാ. അതെ, ടിപ്പു സുൽത്താന്റെ ജനിച്ച സ്ഥലം നമ്മൾ കണ്ടു. കുറെ കോട്ടകൾ, മൈസൂർ പാലസ് ഒക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ടോളൊക്കെ ഇല്ലാത്ത റൂട്ടിൽ കൂടെ കാണിച്ച് തിരിച്ചു വിട്ട് ഞങ്ങൾ നേരെ വന്നപ്പോൾ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ടെർമിനൽ 1, 2 എയർപോർട്ടിന്റെ ഉള്ളിലേക്കുള്ള വഴിയായി. ഇപ്പൊ എയർപോർട്ട് വരെ മെട്രോ വരും കേട്ടോ. ബാംഗ്ലൂർ മെട്രോ ഇപ്പൊ എയർപോർട്ട് വരെ നീട്ടി അതിന്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ടെർമിനലിന്റെ ഉള്ളിലേക്ക് കയറുന്ന വഴി അത്. താഴത്ത് കാർഗോ. നമുക്കിപ്പോ എവിടേക്ക് പോണ്ടേ? കാണിക്കണത് അറിയില്ല. അതല്ലേ, എന്തായാലും കുഴപ്പമില്ല, നമ്മള് വെറൈറ്റി പിടിക്കുക, അത്രേ ഉള്ളൂ. ബാംഗ്ലൂര് എന്തായാലും
നിറച്ചും അടിപൊളി ഫ്ലൈ ഓവറിന്റെ ഒക്കെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതേപോലെയാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ എന്തോ ഒരു ഇത് സിഗനല്ലേ. അപ്പൊ ഇത് നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറിയില്ല. അങ്ങോട്ട് പോയ ടെർമിനൽ 1, ഇങ്ങോട്ട് പോയ 2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള സ്ഥലത്തിന്റെ നേരെ താഴത്തേക്ക് എടുത്ത് പോന്നു. ബേഗൂർ ടെർമിനൽ 1 വൈറ്റ് ഫീൽഡ്. ഇപ്പൊ അതിലേ പോകുമോ ഇനിയിപ്പോ? വൈറ്റ് ഫീൽഡിലേക്ക് പോണ വഴിന്ന് എഴുതി കാണിച്ചിട്ടുള്ളതാവും അല്ലേ. ചെറിയൊരു ഉറക്കം പാസ്സാക്കി. ചെറിയെന്ന് പറഞ്ഞാൽ വേറെ ഏറ്റവും ചെറുത്. അപ്പൊ 15 മിനിറ്റ്. അപ്പൊ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി. അപ്പൊ നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടൻ പറഞ്ഞു ഇവിടെ ഫ്ലൈറ്റ് ഓടിക്കാൻ പഠിപ്പിക്കുന്നതാണ്. അല്ലേ. അപ്പൊ നോക്കി നോക്കാം എന്താ പരിപാടി. പക്ഷെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല, അതിന്റെ മുകളിൽ വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഇത് വണ്ടി നിൽക്കുന്നുണ്ടാവില്ല, നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് എളുപ്പമല്ല. സംഭവം ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി വന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഇല്ല. സംഭവം ഈ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്കിടെ ഇങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ 3 ഹെലികോപ്റ്റർ കിടക്കണുണ്ട്. അപ്പൊ എന്തായാലും അല്ലാണ്ട് അങ്ങോട്ട് താഴത്ത് നിന്ന് അതുപോലും കാണില്ല. ഇതിന്റെ മുകളിലായാണ് കാണാൻ പറ്റിയത്. ഇവിടുന്ന് വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. കുറച്ചേരം ഇവിടെ നിന്നുട്ടോ. വണ്ടിയൊക്കെ നോക്കി നല്ല രസമല്ലേ വണ്ടിയൊക്കെ നോക്കി നിൽക്കാനായിട്ട്. മൊബൈൽ ചാടി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടം വരെ ഗ്രില്ലുണ്ട്, ഇവിടെ അങ്ങോട്ട് ഗ്രില്ലില്ല. ഇത് നേരെ ഹൈദരാബാദ് റൂട്ടല്ലേ. അതാണ് വണ്ടിയൊക്കെ 100 പോകണം. ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കിടന്നാലോന്നൊക്കെ ആലോചിച്ചു. പിന്നെ നോക്കുമ്പോഴേ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടാം, പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അപ്പോൾ ആവശ്യമില്ലാത്ത റിസ്ക് എടുത്തിട്ട് വെറുതെ പണി പാടിയോണ്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ നമ്മളെ ചോന്നോണ്ട് പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് വണ്ടികൾ പോകണ കാണുന്ന പോലെ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര അധികം വണ്ടിയില്ല എന്ന് മാത്രം. മെട്രോന്റെ പണി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു എന്തോരും വണ്ടി ഇതൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അതെന്താ വെച്ചാൽ ഹൈദരാബാദ് പോണ റൂട്ടല്ലേ, അപ്പൊ എല്ലാ വണ്ടികളും ഇങ്ങനെ വരുന്നുണ്ടാവും. 9600S അതിൻ്റെ വന്നോ. രമേശ് നമ്മുടെ മേത്തിടിച്ചിട്ട് പോണ പോലെ തോന്നുന്നു. പോവാ. അപ്പൊ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. ഹെലികോപ്റ്റർ ലീഫ് മാത്രമേ കാണുള്ളൂ വീഡിയോയില്. അല്ല കാണുന്നുണ്ട്. ആ എനിക്ക് സെൽഫി സ്റ്റിക്ക് വേണ്ടല്ലോ, നല്ല ഹൈറ്റ് അല്ലേ. ഇതൊക്കെ 2 ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റുണ്ടാവും. ആ അല്ല വണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴേ അല്ല വണ്ടി ഓണാണല്ലോ അല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഹെലികോപ്റ്ററിന്റെ ചെറിയ വാല് കാണാനുണ്ട്. കാണാണ്ട് 3 ഉണ്ട്. എയർഫോഴ്സ് സ്റ്റേഷൻ എലഗംഗ. അതാണ് സംഭവം. കാര്യം മനസ്സിലായി. ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാവൂട്ടോ മെട്രോയോ. മെട്രോ പോകുമ്പോ കാണാതെ ഫുള്ള് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകളാണ് ഇപ്പൊ കിടന്നായിരുന്നു. മൊത്തം 5 കണ്ടില്ലേ. 3 അവിടെ കിടക്കണ്ടായിരുന്നു, 2 കിടക്കണ്ടായിരുന്നു. 5 4 ഫിലിപ്സിന്റെ എന്തോ ഒരു സംഭവമാണ്. കോർപ്പറേറ്റ് ഓഫീസ് എന്തെങ്കിലും ആയിരിക്കും അല്ലേ. മാരുതിയുടെ ഒക്കെ ഷോറൂം, ജാഗ്വാറിന്റെ ഷോറൂം അതൊക്കെ ഇവിടെ തന്നെയാണ്. ഏലഗംഗയിലാണ്. അപ്പൊ ഇവിടെ ഒരു മോളുണ്ട്, ഷോപ്പിംഗ് മോള്, ഏഷ്യൻ മോൾ ഓഫ് ഏഷ്യ. അപ്പൊ മാൾ ഓഫ് ജോയ് എന്ന് പറയുന്ന പോലെ മോൾ ഓഫ് ഏഷ്യ, ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ. അപ്പൊ അത് ഭയങ്കര വലുതാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ വഴിക്ക് വന്ന നിലയ്ക്ക് അവിടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് പോകാൻ വെച്ചിട്ടുണ്ട്. ഇത് തളർന്ന് വീണു, എന്നാലും ഇതേ ഞാൻ തോളിലേറ്റി കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. തളർന്നു വീണോ? ഏറെക്കുറെ തളർന്നു വീണു. ശരി. അത് തളർന്നു വീണത് കൊണ്ട് തന്നെ ഞാൻ ഷോൾഡറിലേറ്റി കൊണ്ട് നടക്കണം. ദൈവമേ എന്താണോ. ഇതാണ് നമ്മുടെ മാൾ ഓഫ് ഏഷ്യ അല്ലേ. പക്ഷെ അവിടേക്ക് എത്തി പറഞ്ഞെങ്കിൽ കുറച്ച് റൗണ്ട് അടിക്കാനുണ്ട്. നമുക്ക് ആദ്യം പോയി യൂട്ടേൺ അടിച്ച് ഇങ്ങോട്ട് വരണം. വീണ്ടും അവിടെ പോയി തിരിച്ചു വരണം, യൂട്ടേൺ അടിച്ചു വരണം. കുഴപ്പമില്ല, എന്തായാലും കണ്ടിട്ട് പോവാം. ഫോണിക്സ് മാൾ ഓഫ് ഏഷ്യ, ഫിനിക്സ് അല്ലേ. മറ്റേത് ഏതായിരുന്നു? മറ്റേ ഇവിടെ വൈറ്റ് ഫീൽഡ് റോഡിലേക്കുള്ള അത് ഫിനിക്സ്. ഇത് ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യ. അത് സംഭവം കാണുമ്പോ ജാതി ഒരു പ്രത്യേക സ്റ്റൈൽ സാധനം ഉണ്ട് കേട്ടോ. വലിയ അതൊരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ചെന്ന സെറ്റപ്പ്.
ഒന്നൊന്നര മുതലാട്ടാ. ഇതെന്ത് സംഭവം എന്ന് പറയും? ഈ ചില്ല് കണ്ണാടി വെച്ചിട്ട് അടിയിൽ ആണോ? ഇതെന്താണെന്ന് മനസ്സിലായി. എല്ലായിടത്തും ചെക്ക് ചെയ്യണ്ടല്ലോ, ഫുൾ സ്ഥലങ്ങൾ. ഡിക്കി തുറന്നു ആണോ? ആ, ഡിക്കിയും തുറന്നടച്ചോ? ഇന്നാളൊരു സ്റ്റാർ ഹോട്ടലിൽ പോയപ്പോൾ ഇതേപോലെ തന്നെ അടിയിൽ ഇതൊക്കെ വെച്ച് നോക്കി, ഡിക്കിയൊന്നും തുറന്നില്ല. പക്ഷെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് എന്തൊരു ഇതിൻ്റെ അടിയിൽ കണ്ണാടി വെച്ച് നോക്കണേന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. മുത്തിനറിയായിരുന്നു കേട്ടോ അത്, കണ്ണാടി വെച്ച് നോക്കണത് അടിയിൽ. ആ, എന്താണ് വില പോകുമ്പോൾ വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാനായിരിക്കും. ഇപ്പോഴത്തെ ബാംഗ്ലൂരിലെ ഏറ്റവും നല്ല മാളുകളിൽ ഒന്നായ മോളാണ് മോൾ ഓഫ് ഏഷ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് ഒരുപാട് സമയം വേണം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ അതിൻ്റെ എല്ലാ വിശേഷങ്ങളുമായി നമുക്ക് കാണാം.